ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഓപ്പൺ കിച്ചണിൽ ക്യാരറ്റ് മഫിൻസ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായി 1.5 കപ്പ് മൈദ വേണം. അത് ഞാനൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, പിന്നെ 1/4 ടീസ്പൂൺ നമ്മുടെ പട്ട പൊടിച്ചത്. ഇതിൻ്റെ ഫ്ലേവർ ഇഷ്ടമല്ലെങ്കിൽ നമുക്ക് വാനില എസൻസ് ചേർക്കാം. ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും സിന്നമൺ പൗഡറൊക്കെ എല്ലാ ഭാഗത്തേക്കും ആകുന്ന വിധത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്യണം. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. നമുക്ക് വേറൊരു പൗഡർ എടുക്കാം. അതിലേക്ക് ഒരു 1/2 കപ്പ് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഒരു 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര. ഇത് ശരിക്കും ഒരു നോർമൽ മധുരം ഉണ്ടാവുള്ളൂ. മധുരം കൂടുതൽ ആവശ്യമുള്ളവർക്ക് 1 കപ്പ് വരെ പഞ്ചസാര ചേർക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഏകദേശം മിക്സായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് പുളിയില്ലാത്ത തൈര് ഒഴിച്ചു കൊടുക്കാം. നമുക്കിതിലേക്ക് 1/2 കപ്പ് പാലൊഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച മൈദക്കൂട്ട് ഇട്ട് കൊടുക്കാം. കുറച്ചായിട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിൽ ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കാം. ഏത് നട്ട്സ് ആയാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ഇവിടെ ബദാമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമല്ല നട്ട്സ് ഉപയോഗിക്കാം. ഞാൻ കുറച്ച് റൈസിൻസും കൂടെ എടുത്തിട്ടുണ്ട്. റൈസിൻസ് ഇഷ്ടമല്ലാത്തവർ അത് അവോയ്ഡ് ചെയ്യാം. നമുക്ക് ഇതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്കിതിലേക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. 1 കപ്പ് ക്യാരറ്റാണിത്. നട്ട്സൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത്ര മതി. ഇതിപ്പോൾ നന്നായി മിക്സ് ചെയ്തിട്ട് ഞാനൊരു കപ്പ് കേക്കിൻ്റെ ട്രേ എടുത്തിട്ടുണ്ട്. അതിൽ ഇതുപോലത്തെ
പേപ്പർ കപ്സ് വെച്ചിട്ടുണ്ട്. 2 വീതം വെച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഞാൻ കുറച്ച് ഈസി ആയിട്ട് ഇതിലേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ട് ഒരു പൈപ്പിംഗ് ബാഗിലേക്കാണ് ഈ കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കുറച്ചും കൂടിയും ഈസി ആയിട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിക്കാൻ പറ്റും. ഈ പേപ്പർ കപ്പിൻ്റെ ഒരു 1/4 ഭാഗത്തോളം മാത്രം നമുക്കിതിലേക്ക് ഒഴിച്ചാൽ മതി. ബാറ്റർ എല്ലാം ഇതിലേക്ക് ഒഴിച്ചു കഴിഞ്ഞു. ഞാൻ കുറച്ചൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് നമ്മുടെ നിലക്കടല കുറച്ച് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുകയാണ്. ഏത് നട്ട്സ് ആയാലും കുഴപ്പമില്ല. ഞാൻ ഓവന് ഒരു 180 ഡിഗ്രിയിൽ ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരുന്നു. ഇനി നമുക്കിത് ഓവനിലേക്ക് വെക്കാം. നമുക്കിത് 180 ഡിഗ്രിയിൽ തന്നെ ഒരു 30 മിനിറ്റ് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. മഫിൻസ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല പൊന്തി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റുമാണ്. എനിക്ക് ഏകദേശം ഒരു 30 മിനിറ്റ് എടുത്തു ഇത് ബേക്ക് ചെയ്ത് കിട്ടാൻ. ഓരോരുത്തരുടെ ഓവൻ്റെ ടെമ്പറേച്ചറും ടൈമൊക്കെ വ്യത്യസ്തമായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ സെറ്റ് ചെയ്യുക. ഞാനിത് ആദ്യം ഒരു 20 മിനിറ്റ് സെറ്റ് ചെയ്ത് വെച്ചു. എന്നിട്ടൊന്ന് നോക്കിയപ്പോൾ കുറച്ചും കൂടെ കുക്കാവാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒരു 10 മിനിറ്റും കൂടെ വെച്ചു. അപ്പോൾ നന്നായിട്ട് ബേക്കായി വന്നു. അപ്പോൾ അത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടാവും. അടുത്ത റെസിപ്പിയുമായി വരുന്നത് വരെ താങ്ക് യു.